ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് ഭീഷണിയുമായി കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി. നെതന്യാഹുവിനെതിരായ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് നടപ്പിലാക്കുമെന്ന് കാർണി വ്യക്തമാക്കി. നെതന്യാഹു കാനഡയിൽ കാലുകുത്തിയാൽ ICC ഉത്തരവ് പ്രകാരം നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് കാർണി വ്യക്തമാക്കി. ബ്ലൂംബർഗിലെ ദി മിഷേൽ ഹുസൈൻ ഷോ എന്ന പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു കാർണിയുടെ പരാമർശം. ഗാസ സംഘർഷം, മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ നെതന്യാഹുവിനെ തടങ്കലിൽ വെക്കാനുള്ള മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രതിജ്ഞ പാലിക്കുമോ എന്ന ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ICCയിലെ അംഗരാജ്യമെന്ന നിലയിൽ കോടതി തീരുമാനങ്ങളോട് നിയമപരമായി സഹകരിക്കാൻ ബാധ്യതയുണ്ടെന്ന് കാർണി വ്യക്തമാക്കി. നെതന്യാഹുവിനെതിരായ അറസ്റ്റ് വാറണ്ട് നടപ്പിലാക്കുമെന്ന് ആദ്യമായാണ് സഖ്യകക്ഷിയായ ഒരു പാശ്ചാത്യ രാഷ്ട്രം പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബർ 21-നാണ് ICC നെതന്യാഹുവിനും ഇസ്രയേൽ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. ഗാസയിൽ ഇരുവരും യുദ്ധക്കുറ്റം ചെയ്തുവെന്നും മനുഷ്യത്വത്തിനെതിരായ ക്രൂരതയാണ് നടക്കുന്നതെന്നും വ്യക്തമാക്കിയായിരുന്നു അറസ്റ്റ് വാറണ്ട്. 2023 ഒക്ടോബർ 8-നും 2024 മെയ് 20-നും ഇടയിൽ ഗാസയിൽ വലിയ അതിക്രമത്തിനാണ് നെതന്യാഹു നേതൃത്വം നൽകിയതെന്ന് അന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ നിലനിൽപ്പിനാവശ്യമായ ഭക്ഷണം, വെള്ളം, മരുന്നടക്കമുള്ള അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് ഇസ്രയേൽ തടസ്സം നിന്നു. അങ്ങനെ വിശ്വസിക്കാൻ ന്യായങ്ങളുണ്ടെന്നും കോടതി അന്ന് വ്യക്തമാക്കിയിരുന്നു.